ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ ഒരു ബോക്സിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വസ്ത്രം നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇവയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് വായിച്ചു വിടുക. അതിനുശേഷം ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദിമ മനുഷ്യരുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മരവുരി, പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് എന്താ പറയാം, സസ്യങ്ങളുടെ ഇലകളും മറ്റു ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് വസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെന്താ മൂന്നാമത് കാണുന്ന ചിത്രം, മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ച് വസ്ത്രമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മരവുരി എന്ന് പറഞ്ഞാൽ എന്താണ്? മരവുരി എന്ന് പറയുന്നത് മരത്തിൻ്റെ തോലിനെയാണ് നമ്മൾ മരവുരി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൽ അഥവാ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളായി ഉപയോഗിച്ചു. പിന്നീട് കാലങ്ങൾ ചെന്നപ്പോൾ അവർ മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധമാക്കി ഉപയോഗിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ അവർ വസ്ത്രങ്ങൾ തുന്നുന്നതിന് വേണ്ടിയിട്ട് സൂചി ഉപയോഗിക്കുകയുണ്ടായി. തുടർന്ന് മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നു. നെയ്ത്ത് വിദ്യയിലേക്ക്. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. എന്താണ് നെയ്ത്ത്? നെയ്ത്ത് എന്താണെന്നാണ് ഈ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സിന്ധു നദീതടത്തിലെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവർ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വസ്ത്രം നിർമ്മിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ ഇത്തരം വസ്ത്രണ രീതിയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിയുന്നുണ്ട്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്തെ പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിക്കുകയും നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നതാണ്. കൈത്തറി തുണികൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നിർമ്മിക്കുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകുകയും ചെയ്തു. അവരെങ്ങനെയാണ് വസ്ത്രത്തിന് നിറം നൽകിയത്? നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ടാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയിരുന്നത്. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. ഇവിടെ പരുത്തി, ചണം, നീലം എന്നിവയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പരുത്തി ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നതായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചണം എന്താണെന്ന് നോക്കാം. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗംഗാതീരത്താണ് ഏറ്റവും കൂടുതലായിട്ട് ചണം കൃഷി ചെയ്തു വരുന്നത്. ഫലഭൂയിഷ്ടമായിട്ടുള്ള തീരമാണ് ഗംഗാതീരം. അതുകൊണ്ട് തന്നെ അവിടെയാണ് ചണം ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് നീലം ചെടിയെക്കുറിച്ച് നോക്കാം. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്.
നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കണ്ണൂർ ഒരു കൈത്തറി കേന്ദ്രമുണ്ട്. ഏതൊക്കെയാണ്? കണ്ണൂരുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്തുമുണ്ട്. ഇവിടെയൊക്കെയാണ് കേരളത്തിൽ കൈത്തറി കേന്ദ്രങ്ങളുള്ളത്. കണ്ണൂർ, ബാലരാമപുരം, കുത്താമ്പുള്ളി. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഇവിടെ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഒരു യന്ത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപ്പാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപ്പാദനം എന്ത് ചെയ്തു? വേഗത്തിലാക്കുകയാണ് ചെയ്തത്. നൂൽ ഉൽപ്പാദനം വേഗത്തിലാക്കി. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരികയും ചെയ്തു. എന്താണ് യന്ത്രത്തറി എന്ന് നോക്കാം. പവർലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിക്കുന്നത്. ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. കൈത്തറിയേക്കാൾ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ എന്തിനു കഴിയും? യന്ത്രത്തറിക്ക് കഴിയും. അപ്പോൾ നമ്മൾ നൂലുൽപാദനം വേഗത്തിലാക്കാൻ സ്പിന്നിങ് ജെന്നിയും അതുപോലെ തുണി ഉൽപ്പാദനത്തിൽ വേഗത വർദ്ധിപ്പിക്കാൻ യന്ത്രത്തറിയും കൂടുതൽ സഹായകമായി വസ്ത്രനിർമ്മാണ രംഗത്ത്. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിക്കുകയും ചെയ്തു. ഇനി യൂറോപ്യർ ആരാന്ന് നോക്കാം. ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഓർത്ത് വയ്ക്കുക. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവരവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നമാക്കി മാറ്റിയിട്ട് അത് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റ് അവർ ലാഭം ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഇംഗ്ലീഷുകാരാണ്. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികസനത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റമാണ്. വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി. മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ കുറവ് വന്നു. വസ്ത്രങ്ങളിലെ വൈവിധ്യം കൂടുതലായി കൊണ്ടുവന്നു. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിരത്തിലേക്ക് എത്തി. വസ്ത്രങ്ങളുടെ വ്യാപനം സംഭവിച്ചു. എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി. അധ്വാന ഭാരം മനുഷ്യരിൽ കുറഞ്ഞു. വസ്ത്രങ്ങളിലെ ഒരുപാട് വൈവിധ്യം കാണാൻ കഴിഞ്ഞു. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിരത്തിലെത്തി. വസ്ത്രങ്ങളുടെ വ്യാപനം. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിച്ചിരുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ളതുമായ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് വഴിതെളിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് 2 ബോക്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും. പ്രകൃതിദത്ത നാരുകളിൽ ജന്തുക്കളിൽ നിന്നുള്ളവയുണ്ട്, സസ്യങ്ങളിൽ നിന്നുള്ളവയുണ്ട്. ജന്തുക്കളിൽ നിന്നുള്ളവയ്ക്ക് എക്സാമ്പിളാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നത്. സസ്യങ്ങളിൽ നിന്നുള്ളതിന് ഉദാഹരണമാണ് പരുത്തി, ചണം എന്നീ ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തിനാരും ചണനാരും നിർമ്മിക്കുന്നത്. ഇനി ഇവിടെ കൃത്രിമ നാരുകൾ കൊടുത്തിട്ടുണ്ട്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന്.
പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാകില്ല. അതിൻ്റെ ഗുണമേന്മയാണ് കേട്ടോ. എക്സാമ്പിൾ ചോദിച്ചാൽ പോളിസ്റ്റർ, നൈലോൺ, റയോൺ. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ജോലി എല്ലാം അനുസരിച്ചും നമ്മുടെ വസ്ത്രധാരണയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. കാലാവസ്ഥ, ആചാരം, അധികാരങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണാ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് കലാരംഗം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കലകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലെയും വസ്ത്രം രീതിയും മറ്റും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് കാണാൻ കഴിയുന്നത്. വസ്ത്രധാരണയിലെ വിവേചനങ്ങൾ. ഇവിടെ ഒരു വിളംബര പത്രിക കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. അപ്പോൾ 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരം ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതെല്ലാവരും ഓർത്ത്. എന്തിനു വേണ്ടിയായിരുന്നു? സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇനി ഇവിടെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇവിടെ മേൽമുണ്ട് സമരം കൊടുത്തിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയാണ് എന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. വസ്ത്രം ഒരു സമരായുധമായിട്ടും ഒരു കാലത്ത് മാറപ്പെട്ടിരുന്നു. എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി അന്ന് ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളും ചർക്കയിൽ നൂൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായിട്ട് അന്നത്തെ കാലത്ത് മാറുകയുണ്ടായി. സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപ്പാദനം ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആഗസ്റ്റ് 7 ആ ആഗസ്റ്റ് 7 ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ആചരിച്ചു വരുന്നു. അപ്പോൾ ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 ഈ ഓഗസ്റ്റ് 7 നമ്മൾ 2015 മുതൽ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി.
1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. സൗന്ദര്യ സങ്കല്പത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങളും തുറന്നിടുന്നു. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായിട്ട് വളർന്നിരിക്കുന്നു. ഇവിടെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയാണ്? നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽപ്പ്. ഇത്രയും തൊഴിൽ മേഖലകൾ വസ്ത്രനിർമ്മാണ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് പത്രവാർത്തകളൊക്കെ, തലക്കെട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് ഓരോ ദിവസവും ഉപയോഗമില്ലാതെ വലിച്ചെറിയപ്പെടുന്നത്. ഇവയെല്ലാം നമുക്ക് കൗതുകകരമായ മറ്റു വസ്തുക്കളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് എക്സാമ്പിളായിട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപയോഗശൂന്യമായവ വീണ്ടും ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കേട്ട് പ്രധാനപ്പെട്ട അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. അറിയാത്ത പോയിന്റ്സ് മാത്രം വീണ്ടും ഈ ചാപ്റ്റർ വായിക്കണം തോന്നുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി.